തൃശൂരിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച് അത്യാസന്ന നിലയിലായ യുവതിക്ക് നേരെ ലൈംഗിക അതിക്രമം. കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രി താൽക്കാലിക ജീവനക്കാരൻ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിട്ടുണ്ട്. ശ്രീനാരായണപുരം സ്വദേശി ദയാലാലാണ് അറസ്റ്റിലായത്. വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്നും. അനീഷ്, ഈ സംഭവം ഉണ്ടാകുന്നത് എപ്പോഴാണ്? ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഏറ്റവും പുതുതായി നൽകാൻ കഴിയുന്ന വിവരം, ഈ വിഷയത്തിൽ ആരോഗ്യമന്ത്രി ഇപ്പോൾ ഇടപെട്ടിട്ടുണ്ട്. ആരോഗ്യമന്ത്രി തൃശൂർ മെഡിക്കൽ കോളേജ് അധികൃതരോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്നടക്കം പരിശോധിച്ച് റിപ്പോർട്ട് വേണമെന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതിനിടെ യുവതിയുടെ ആരോഗ്യനില വീണ ജോർജ് അന്വേഷിച്ചിരുന്നു. റിപ്പോർട്ട് ഇന്ന് വൈകിട്ടിനുള്ളിൽ കൈമാറിയേക്കുമെന്നാണ് സൂചന. അതുപോലെ തന്നെ ഈ സംഭവം ഉണ്ടാകുന്നത് വെള്ളിയാഴ്ചയാണ്. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് സംഭവം ഉണ്ടാകുന്നത്. വിഷം ഉള്ളിൽ ചെന്ന് അവശനിലയിലായ യുവതി ആദ്യം കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിലെത്തി. അപ്പോൾ അവശനിലയിലായതിനെ തുടർന്ന് അവിടെ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തു. അപ്പോൾ ഈ യുവതിയുടെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഈ പ്രതി ദയാലാൽ സഹായി എന്ന ഭാവേനെ ആംബുലൻസിൽ കയറി കൂടി തൃശൂർ മെഡിക്കൽ കോളേജിലെത്തിയ യുവതിയെ അവിടെ പ്രവേശിപ്പിച്ച് ആംബുലൻസ് തിരികെ പോന്നിട്ടും ഈ പ്രതി ദയാലാൽ ആംബുലൻസിൽ തിരികെ പോരാതെ രോഗിക്കൊപ്പം അവിടെ തന്നെ തുടർന്നു. രോഗിയുടെ ബന്ധുവാണെന്ന് ആശുപത്രി അധികൃതരെയും അതുപോലെ തന്നെ സമീപത്തുള്ള രോഗികളുടെ അടുത്തെല്ലാം പറഞ്ഞ് വിശ്വസിപ്പിച്ചു. ഇതിനിടയിൽ യുവതിയെ ചികിത്സ നൽകി വയറ് എല്ലാം കഴുകി നോർമലായി ആയതിനു ശേഷം വാർഡിലേക്ക് മാറ്റി. ഈ ബെഡിൽ വെച്ചാണ് ഈ പ്രതി യുവതിയെ ലൈംഗികമായി പീഡിപ്പിച്ചത്. തുടർന്ന് ഈ യുവതി പീഡന വിവരം ആരോഗ്യം എടുത്ത് വരുന്ന ഒരു അവസ്ഥയുണ്ടായതോടെ ഈ പീഡന വിവരം ആശുപത്രി അധികൃതരെ അറിയിച്ചു. ആശുപത്രി അധികൃതർ ഈ വിവരം മെഡിക്കൽ കോളേജിൽ പോലീസിൽ അറിയിച്ചു. ഇതിനിടെ പ്രതി ദയാലാൽ എവിടെ നിന്നും മുങ്ങിയിരുന്നു, തിരികെ കൊടുങ്ങല്ലൂരിലെത്തി. കൊടുങ്ങല്ലൂർ പോലീസ് പ്രതിയെ പിടികൂടി മെഡിക്കൽ കോളേജ് പോലീസിന് കൈമാറി അറസ്റ്റ് രേഖപ്പെടുത്തി. ഇയാളെ ഇന്നിപ്പോൾ കോടതിയിൽ ഹാജരാക്കാൻ തുടങ്ങിയുള്ള നടപടികളിലേക്കൊക്കെ പോകുമായിരിക്കുമല്ലോ അല്ലേ? തീർച്ചയായും ഇന്ന് 11 മണിക്കാണ് കോടതി സമയം വരിക. ഈ സമയത്ത് കോടതിയിൽ ഹാജരാക്കുമെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. അറസ്റ്റ് ഇന്നലെ വൈകിട്ട് രേഖപ്പെടുത്തിയിരുന്നു. ഇയാൾ കൊടുങ്ങല്ലൂര് താലൂക്ക് ആശുപത്രിയിലെ താൽക്കാലിക ഇലക്ട്രിക്കൽ വിഭാഗം ജീവനക്കാരനാണ്. ലിഫ്റ്റ് ഉൾപ്പെടെ അതുപോലെ മറ്റ് ഇലക്ട്രിക്കൽ മെയിൻ്റനൻസ് ജോലിയുമായി ബന്ധപ്പെട്ട് താൽക്കാലികമായി ജോലിയിൽ പ്രവേശിക്കുന്ന ആളാണ്. ഇദ്ദേഹമാണ് ഈ ആംബുലൻസിൽ രോഗിക്ക് അവശനിലയിലായ ഈ യുവതിയുടെ കൂടെ മെഡിക്കൽ കോളേജിലെത്തി ഇത്തരം ഒരു ക്രൂരകൃത്യം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വാർഡിലുള്ള ബെഡിൽ ഇത്തരം ഒരു ക്രൂരകൃത്യം ചെയ്തത്. തൃശ്ശൂർ മെഡിക്കൽ കോളേജിലാണ് സംഭവമുണ്ടായത്. തൃശ്ശൂരിൽ വിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച അവശനിലയിലായ യുവതിക്ക് നേരെയാണ് ലൈംഗിക അതിക്രമം ഉണ്ടായത്. സഹായി എന്ന വ്യാജേന കൂടിയ ആശുപത്രി ജീവനക്കാരൻ, കൊടുങ്ങല്ലൂർ ഗവൺമെൻറ് താലൂക്ക് ആശുപത്രി ജീവനക്കാരനാണ് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിരിക്കുന്നത്. ദയാലാൽ, ശ്രീനാരായണപുരം സ്വദേശിയായിട്ടുള്ള ദയാലാലാണ് അറസ്റ്റിലായിരിക്കുന്നത്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. അതിനുശേഷം ഇയാളെ മെഡിക്കൽ കോളേജ് പോലീസിന് കൈമാറിയിരിക്കുകയാണ്. ഇന്ന് അയാളെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് വിവരങ്ങൾ നൽകുകയായിരുന്നു തൃശ്ശൂരിൽ നിന്നും അനീഷ് ആന്റണി.